വർഷങ്ങളായി പണി തീരാതെ കാട് പിടിച്ചു കിടക്കുന്ന അടിച്ചുപുഴ ആദിവാസി ഉന്നതിയിലെ കല്യാണ മണ്ഡപത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അവിടെയുള്ള ജനങ്ങൾ പറയുന്ന പരാതി നമുക്കൊന്ന് കേൾക്കാം. അധികൃതരുടെ കാതുകളിൽ എത്തുമെങ്കിൽ ഇതെത്തട്ടെ. ട്രൈബൽ മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് വർഷക്കാലമായിട്ട് അടിച്ചുപുഴ പട്ടികവർഗ കോളനിയിൽ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ള കല്യാണ മണ്ഡപമാണ് ഞങ്ങൾ ഈ കാണുന്ന ഈ കയറി നിൽക്കുന്ന ഹാള്. ഈ ഹാള് വൃത്തിയാക്കി ഞങ്ങൾക്ക് വിവാഹം നടത്തുന്നതിന് ഞങ്ങൾ വെളിയിൽ പോയി കല്യാണങ്ങൾ നടത്തുകയും അതിന് വാടക കൊടുക്കുകയും ഇതൊക്കെയാണ് സ്ഥിതിവിശേഷം. അപ്പോൾ ബഹുമാനപ്പെട്ട സർക്കാർ ഈ തരത്തിലെ ആദിവാസികളുടെ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാവുന്നൊരു മനോഭാവന പോലും കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മേഖലയിലെ സ്ഥിതി. ഞങ്ങളുടെ പട്ടികവർഗക്കാർക്കായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളൊരു കല്യാണ മണ്ഡപത്തിൻ്റെ സ്ഥിതിയാണിത്. ഏകദേശം ഒരു 2 വർഷമെങ്കിലും ആയി കാണും ഇതേ രീതിയിൽ കാട് മൂടി കിടക്കുന്ന രീതിയാണ് കാണുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ, ആദിവാസി മംഗലന്മാർ ഒരു കാരണവശാലും അവർ മുന്നോട്ട് വന്ന് ഈ സ്ഥിതി കാണുകയുമില്ല. ഞങ്ങളുടെ ഒരു പേപ്പർ കൊടുത്താൽ അത് കൈകാര്യമായിട്ട് ചെയ്യത്തില്ല. ആ പേപ്പർ വലിച്ചു കീറി കളയുകയല്ലാതെ പിന്നെ ആ പേപ്പറിനൊരു വിലയുമില്ലാതെ തരികയാണ് ഇപ്പോഴും ഉള്ള രീതി. ബഹുമാന്യരായ സർക്കാർ, ഞങ്ങൾ ആദിവാസി മലവേര സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ എൻ്റെ പേര് പി ജി അപ്പുക്കുട്ടനാണ്. ഞാൻ തൊള്ളാം വനംകുടിയിലെ ഊരുമൂപ്പനാണ്. ഈ കാണുന്നത് ആദിവാസി മലയാളന്മാരുടെ ഒരു സ്വപ്നം ആണ് ഇവിടെ ഒരു കല്യാണ മണ്ഡപം എന്നുള്ളത്. അത് 2 വർഷക്കാലമായി ഇതാ കാട് പിരിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു അടിയന്തര നടപടി ഉണ്ടാകാതെ ഞങ്ങളുടെ ഈ സ്വപ്നം പൂവണിയുമോ എന്ന് ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഈ കല്യാണ മണ്ഡപം അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടടി പാരത്ത് കുഴിയിൽ നമുക്കൊരു പത്മനം ഇവിടെ പണിയുന്നുണ്ട്. 1 കോടി പദ്ധതിയാണ്. അതിൻ്റേതാണെങ്കിൽ തന്നെയും പണിയൊന്നും പൂർത്തീകരിക്കാതെ ഇവിടെ കിടക്കുകയാണ്. ഈ പ്രദേശത്ത് ആദിവാസികളുടെ പല പല സ്വപ്നങ്ങളും നിന്നു പോകുന്ന പദ്ധതിയാണ്. അതെല്ലാം ഇവിടെ ഒന്ന് പൂർത്തീകരിക്കാൻ എത്രയും വേഗം സർക്കാർ ഈ പ്രദേശം ഒന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 2 വർഷക്കാലമായിട്ട് 10-20 തൂണാൻ മാത്രം ഇങ്ങനെ ഇതിൽ നിന്ന് തുരുമ്പെടുത്ത് 1 വർഷം കൂടെ നിൽക്കുകയാണെങ്കിൽ ഇത് മൊത്തം തുരുമ്പെടുത്ത് താഴെ പോകാൻ സാധ്യതയാണ്. അടിയന്തരമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. MLA ഒരു ഫണ്ടാണ്, രാജീവ് എബ്രഹാം MLA ഒരു ഫണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി നടപടി ഒരു ബില്ല് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി ബില്ലുകൂടെ മാറി എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഈ ആദിവാസി മലബാരന്മാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരെടുത്ത് മാറ്റണം പാമ്പ് തൊട്ട് മൂർക്കം പാമ്പ് വരെ അതിനകത്ത് ചെയ്യും.